എല്ലാവർക്കും നമസ്കാരം. ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഉക്രപ്പൻ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അവൻ്റെ കയ്യിന് ചെറിയൊരു ഉളുക്ക് പറ്റിയിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന ഉളുക്ക് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അത് ഓടുമ്പോഴൊക്കെ അത് ഇളകാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവന് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുട്ടൂസിൻ്റെ പുറത്താണെങ്കിൽ മുറി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവനധികം പുറത്ത് പോകണില്ല. ഇപ്പോൾ ഇവിടെ കിടപ്പ് തന്നെയാണ്. അതിനെ പരത്താനും സമ്മതിക്കണില്ല, മരുന്ന് പറ്റാനും സമ്മതിക്കണില്ല. അവൻ ഓടുകയാണ്. ഇന്ന് ഉക്രപ്പൻ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ കയറി വന്നു കേട്ടോ. അവൻ്റെ കാലിന് എന്തോ ഒരു ഉളുക്കുണ്ട്. അന്ന് കുറച്ച് മുന്നേ അവൻ്റെ കാലിനല്ല കയ്യിന്, ഫ്രണ്ടിലെ ഇടത്തെ കയ്യിന് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും അതുമ്മേ അവന് ഉളുക്ക് പോലെയോ എന്തോ വേദനയുണ്ട്. ഇപ്പം ഇന്ന് ചെണ്ണ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അവൻ തന്നെ കയറി വന്നു. സുഖമില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. പിന്നെ മുഖത്തൊക്കെ നല്ല കടി കിട്ടിയ പാടുകളൊക്കെ ഉണ്ട്. മുമ്പ് പറ്റിയതാണ്. അതൊക്കെ ഇങ്ങനെ ഉണങ്ങണമല്ലോ. കുട്ടു പിന്നെ ഇപ്പോൾ തൊട്ടിട്ട് എല്ലാ ദിവസവും നേരത്തെ വരുന്നുണ്ട്. കാരണം അവൻ്റെ പുറത്ത് വലിയ 2 മുറിവുണ്ട്. അത് അവനാണെങ്കിൽ അത് നക്കി തുടയ്ക്കാൻ പറ്റുന്നുമില്ല. മരുന്ന് ഓയിൽമെൻറ്റ് പറ്റാനാണെങ്കിൽ അവൻ സമ്മതിക്കുന്നുമില്ല. അവനെ തൊടാൻ കിട്ടില്ല, അവൻ ഓടും. അപ്പോൾ നമ്മൾ ഓയിൽമെൻറ്റൊക്കെ ആയിട്ട് ചെന്നാൽ അവൻ ഓടും. അതുകൊണ്ട് അത് നമുക്ക് അവനത് ഓയിൽമെൻറ്റ് പരട്ടിയിട്ട് കൊടുക്കാനും പറ്റുന്നില്ല. അവനാണെങ്കിൽ അത് സ്വന്തമായിട്ട് നക്കി തുടയ്ക്കാനും പറ്റുന്നില്ല. അവർ നക്കി തുടച്ച് കഴിഞ്ഞാൽ തന്നെ അത് അവർക്കൊരു മരുന്നാണ്. അത് പറ്റുന്നുമില്ല. ഉക്രപ്പ ഇടയ്ക്കൊന്ന് പോയിട്ട് ഇങ്ങനെ കുട്ടുവിൻ്റെ മുറിവുമ്പോൾ ഒന്ന് നക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് അത് മാറുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് കുട്ടുവും അധികം പുറത്ത് പോകുന്നില്ല. രാത്രിയിലൊക്കെ ഭക്ഷണം കഴിച്ച് ഇവിടെ കിടന്ന് രാവിലെ ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ കുട്ടു നേരത്തെ വരും. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും വരുന്നുണ്ട് എല്ലാ ദിവസവും. ഉക്രപ്പനെ കിട്ടാൻ തന്നെയാണ് പാട്. പക്ഷെ ഇന്ന് ഉക്രപ്പന് നേരത്തെ തന്നെ കയറി വന്നു. ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. അവൻ അകത്തേക്ക് കയറി വന്നു. കാരണം അവനും കാലുകൊണ്ട് വയ്യ, അതുകൊണ്ടാന്ന് തോന്നണം. പിന്നെ അവൻ്റെ മേത്തൊക്കെ നല്ല പാനുണ്ട് കേട്ടോ. കണ്ടില്ലേ, പാൻ ഇങ്ങനെ നന്നായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പാനുള്ള മരുന്ന് കൊടുക്കണം. ഇനി 3 ആൾക്കും കൊടുക്കണം പാനുള്ള മരുന്ന്. 3 ആൾക്കും ഉണ്ട് പാൻ. ഉക്രപ്പൻ്റെ മേത്ത കൂടുതലെന്ന് തോന്നുന്നുണ്ട്. അവൻ ആ വയറിൻ്റെ അവിടെയൊക്കെ ആകുമ്പോൾ കാല് തന്നെ പൊക്കുക. നല്ല ഉറക്കമായി ആൾ വരുമ്പോഴേക്കും. വന്ന് ഞാൻ കെട്ടിയിടുമ്പോഴേക്കും ആൾ നന്നായി കൂർക്കം വലിച്ചു തുടങ്ങി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ പാനൊക്കെ നോക്കുമ്പോൾ അവൻ ഇടയ്ക്ക് കണ്ണ് മിഴിക്കുന്നുണ്ട്. പിന്നെ കാലൊക്കെ പൊക്കി തരുന്നുണ്ട്. ആ കാലിൻ്റെ ഒടിയെന്ന് പറയണ അവിടെയൊക്കെ നല്ലോണം പാൻ ഇരിക്കുന്നുണ്ട്. ഈ പാൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അതിനെ പിടിച്ചാലും അത് നമ്മൾ കരുതത് പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കൊല്ലാന്ന് കരുതും. പക്ഷെ അത് പറക്കും. അത് പറന്നിട്ട് വീണ്ടും അവരുടെ മേൽ തന്നെ ചെന്നിരിക്കുക. പറക്കണ തരം പാനാണ്. അപ്പം അതിനെ പിടിച്ചിടുമ്പോൾ തന്നെ അങ്ങനെ കയ്യിലിട്ട് ഞെരിച്ച് കൊല്ലണം. ഇല്ലെങ്കിൽ അത് പറന്നിട്ട് വീണ്ടും അവരുടെ ദേഹത്ത് തന്നെ ചെന്നിരിക്കും. പിന്നെ ചെള്ളും ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ചെള്ളുകളും ഉണ്ട്. ആ ചെള്ള് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കുടിക്കുന്നതാ. ഒച്ച പോലത്തെ ഒരു സാധനമാണ്. അത് ഇങ്ങനെ ചെറിയൊരു ചെള്ളായിരിക്കും. അത് ഒരു ദിവസം 2 ദിവസം ആകുമ്പോഴേക്കും അത് ബ്ലഡ് കുടിച്ച് വലുതായി വരും. പിന്നെ നല്ലോണം വലുതായി അത് തന്നെ വീണ് പോകുന്നുണ്ട്. അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും കുരച്ചിട്ട് കളയും. അതിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. മണിക്കുട്ടി മാത്രമാണ് നല്ല മോളായിട്ടിരിക്കുന്നത്. അവള് ഒരു കുറുമ്പിനും പോവില്ല. ഇവരെ പോലെ പുറത്തേക്കൊന്നും പോവില്ല. എപ്പോൾ നോക്കിയാലും ഇവിടെ തന്നെ ഉണ്ടാവും. ഇടയ്ക്കൊക്കെ ഒന്ന് അവൾ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ പുറത്ത് പോകുമ്പോൾ അവൾക്ക് എവിടെ നിന്നൊക്കെയോ ഭക്ഷണം കിട്ടുന്നുണ്ട്. കാരണം അവൾ ഇപ്പോൾ ഭക്ഷണം ഇവിടുന്ന് കഴിക്കൽ കുറവാണ്. മറ്റത് ഭക്ഷണം കൊണ്ടുവരുമ്പോഴേക്കും അവൾ ഓടി വന്നിട്ട് കഴിക്കും. ഇതിപ്പോൾ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കണം, എന്നാലേ കഴിക്കുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു അവൾക്ക് എവിടുന്നെങ്കിലും ഭക്ഷണം കിട്ടുന്നുണ്ടെന്നുണ്ട്. ഉക്രപ്പനിപ്പോൾ ഇങ്ങോട്ട് കെട്ടാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ വരില്ല. അവിടെ കിടന്ന് വരുള്ളൂ. ഇനി ഇങ്ങോട്ട് വരില്ല, കെട്ടാൻ പറ്റില്ല. അവർക്ക് ഞാൻ ഭക്ഷണം കുറച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. എല്ലാവരും നേരത്തെ വന്നതല്ലേ, കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. മഴ കുറേശ്ശെ ചാറിയിട്ടുണ്ടായിരുന്നു രാവിലെ. പക്ഷെ എത്ര മഴ പെയ്താലും ഉക്രപ്പനൊന്നും വരാറുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ എന്തായാലും നേരത്തെ വന്നിട്ടുണ്ട്. മണിക്കുട്ടി നല്ല കുട്ടിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അവളൊരു കുഴപ്പമില്ല. അവളുടെ ദേഹത്തു നിന്നൊക്കെ ഇങ്ങനെ രോമം കൊഴിഞ്ഞു പോയിട്ട് എന്തോ ഒരു സ്കിൻ ഡിസീസ് പോലെ ഉണ്ടായിരുന്നു. അതിനൊരു ഓയിൽമെൻറ്റ് ഞാൻ ഒരു ക്രീം പുരട്ടി കൊടുത്തപ്പോൾ അത് മാറി. പക്ഷെ വാലിപ്പോഴും ശരിയായിട്ടില്ല. അവളുടെ വാലിമ്മ ഇപ്പോഴും രോമങ്ങൾ ശരിക്കും വന്നിട്ടില്ല. അതുകൊണ്ട് വാല് കാണാൻ ഒരു ഭംഗിയില്ല. ഇപ്പോൾ അവളുടെ നല്ല ഭംഗിയുള്ള വാലായിരുന്നു അവളുടെ. ഉക്രപ്പൻ്റെ വാല് നല്ല വാല് തന്നെയാണ് കേട്ടോ. ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ ഇവർക്കൊന്നും വേണ്ട. കുട്ടൂസിന് കുഴപ്പമില്ല. കുട്ടൂസ് എത്ര കൊടുത്താലും തിന്നോളും.
മണിക്കുട്ടിക്കും നിർബന്ധിച്ച് കൊടുക്കണം. ഉക്രപ്പനും ചില നേരത്ത് ഇങ്ങനെ വേണ്ടാത്ത പോലെയാണ്. അവർക്കൊക്കെ പുറത്തുനിന്ന് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതായിരിക്കും. ഉക്രപ്പനൊക്കെ ഫുഡ് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ എല്ലൊക്കെ എടുത്തിട്ട് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കണം, എന്നാലും അവൻ കഴിച്ചു തുടങ്ങുള്ളൂ. ഞാൻ കുറച്ച് കോട്ടൺ പഞ്ഞീമേ കുറച്ച് ഓയിൽമെൻറ്റ് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുട്ടൂസിൻ്റെ ആ മുറിവുമ പരട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ പോയിട്ട് പരട്ടാന്ന് കരുതിയിട്ടാണ്. പക്ഷെ ഞാൻ ചെല്ലുമ്പോഴേക്കും അവ അവിടെ നിന്ന് മാറുന്നു. ഞാൻ അടുത്തേക്ക് വരുമ്പോൾ അവ അവിടെ നിന്ന് മാറും. അവന് മനസ്സിലായി. അവൻ തൊടാൻ സമ്മതിക്കില്ല, ഒരാളെ തൊടാൻ സമ്മതിക്കില്ല. അതാണ് അവൻ്റെ ഒരു പ്രത്യേകത. മണിക്കുട്ടീനൊക്കെ എന്ത് വേണ്ടി നമുക്ക്, പക്ഷെ കുട്ടൂസിനെ തൊടാൻ നമുക്ക് പറ്റില്ല. അപ്പം എൻ്റെ കയ്യിൽ ആ പഞ്ഞിയിൽ മുക്കിയ ഓയിൽമെൻ്റ് ഉണ്ട്, പക്ഷെ അത് അവൻ തൊടാൻ സമ്മതിക്കുന്നില്ല. എങ്ങനെയാ അപ്പോൾ പെരട്ടിയാലല്ല അത് മാറുള്ളൂ. നല്ല 2 മുറിവാണ്. അത് രോമത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് കാണാതെയാണ്. അത് അവനാണെങ്കിൽ അവിടെ സ്വയം അവനവിടെ നക്കി തുടയ്ക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് അതിങ്ങനെ പഴുത്ത പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരോ ഒരു കമൻറ്റിൽ നമുക്ക്, ഞങ്ങളിത് നേരത്തെ ഒരു ഷോർട്ടിലിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊരു ഗുളിക വാങ്ങിച്ച് കൊടുത്താന്ന്, ടാബ്ലറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ടാബ്ലറ്റ് പൊടിച്ചിട്ട് ഭക്ഷണത്തിൽ പൊടിച്ചിട്ട് കൊടുക്കണം. ഒന്ന് ടച്ച് ആയിട്ടുണ്ട് അവിടെ കേട്ടോ. ഞാൻ പതുക്കെ വന്നിട്ട് ആ മുറിവിലൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് അവനറിയാതെ. എന്നാലേ ഓടിനെയാണ്. പുറത്ത് ഏതോ നായ്ക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൗണ്ട് പുറത്ത് വന്നതിൻ്റെ ഇവർക്ക് സ്മെല്ല് കിട്ടിയിട്ടുണ്ടെന്നുണ്ട്. മണിക്കുട്ടിയൊക്കെ ഇവിടെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അപ്പുറത്ത് പുല്ല് വെട്ടുന്നുണ്ട്, അതിൻ്റെ സൗണ്ടും അല്ലാതെ ഉണ്ട്. അവിടെ ഒരു മൂർഖനെ കണ്ട ഒരു പറമ്പില്ലേ, ഞങ്ങളുടെ സൈഡിലുള്ള പറമ്പ്, അവിടെ അവർ പുല്ല് വെട്ടുന്നുണ്ട്. അത് കുറച്ച് അധികം ഉള്ളതാണ്, ഒരു 1-2 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പുല്ല് വെട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഇഴജന്തുക്കളൊക്കെ പിന്നെ പുറത്തേക്ക് ചാടും തോന്നണം. കണ്ട, മണിക്കുട്ടിക്കൊക്കെ എടുത്ത് വായിൽ വെച്ച് കൊടുക്കണം, എല്ലൊക്കെ എടുത്ത് വായിൽ വെച്ച് കൊടുക്കണം, എന്നാലേ അവൾ കഴിച്ചു തുടങ്ങുള്ളൂ. ഇതുവരെ അവളുടെ ഫുഡ് അവൾ കഴിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു എല്ലെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് ചിലപ്പോൾ അവൾ എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കും കേട്ടോ. ഒരു കരിയിലയുടെ ഉള്ളിലോ അല്ലെങ്കിൽ മണ്ണ് മാന്തിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് പിന്നെ അവൾ എപ്പോഴെങ്കിലുമൊക്കെ പോയി എടുത്ത് കഴിക്കും. കുട്ടൂസിൻ്റെ പ്ലേറ്റ് മാത്രമേ കഴിയണം. അപ്പോൾ കുട്ടൂസിൻ്റെ ആ പാത്രത്തിലേക്ക് ഇതാ ഉക്രപ്പം വന്നു. അപ്പോൾ കുട്ടൂസ് അവിടെ നിന്ന് പതുക്കെ പോകുന്നു. കുട്ടൂസ് ഇതാ മണിക്കുട്ടിയുടെ പാത്രത്തിലേക്ക് വന്നത്. അപ്പോൾ മണിക്കുട്ടി വന്നിട്ട് ഇതാ ബഹളം ഉണ്ടാക്കണം, അവൾ ഒച്ച ഉണ്ടാക്കണം. അവളാണ് ഞാൻ കഴിക്കൂല, കഴിക്കുന്ന കുട്ടൂസിനെ കൊണ്ട് കഴിപ്പിക്കൂല. കുട്ടൂസ് അത് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ അവൾ ഒച്ച ഉണ്ടാക്കിയിട്ട് കുറച്ച പോലെയായിട്ട് അവിടുന്ന് കുട്ടൂസിനെ ഓടിച്ചു. അപ്പോൾ ഇതാ റോട്ടിലൊരു നായ്ക്കൾ പോകുന്നുണ്ട്. അതാണ് ഇവരിവിടെ ബഹളം, ഇവർ കുറയ്ക്കുന്നതൊക്കെ ഉണ്ട്. കുട്ടൂസും മണിക്കുട്ടി എല്ലാവരും കുറയ്ക്കുന്നുണ്ട്, ഉക്രപ്പനും കുറയ്ക്കുന്നുണ്ട്. അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. മണിക്കുട്ടി ഇവിടെ കിടന്ന് വെപ്രാളടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടുന്നുണ്ട്, കുട്ടൂസും ഓടുന്നുണ്ട്. ഉക്രപ്പൻ പോയാൽ പിന്നെ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉക്രപ്പനെ വേഗം ചവിട്ടി പിടിച്ചു. അവൻ്റെ കയറുണ്ടല്ലോ, ആ കയറ് ഞാൻ ചവിട്ടി പിടിച്ചു. മറ്റവരൊക്കെ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. മറ്റവർ പോയാലും ഇങ്ങോട്ട് തിരിച്ചു വരും. അതുപോലെ കുട്ടൂസ് പോകണമെന്നുണ്ടെങ്കിൽ ഉക്രപ്പൻ വരണം. ഉക്രപ്പൻ്റെ ധൈര്യമാണെങ്കിൽ കുട്ടൂസ് പോവുള്ളൂ. മണിക്കുട്ടി പിന്നെ പോവുന്നില്ല, അവൾ ഇവിടെ കിടന്ന് ഓടുള്ളൂ. ചെറിയ ചുമയുണ്ട് കേട്ടോ. ജലദോഷം മാറിയിട്ട് അത് ചുമയിലേക്ക് ഡൈവേർട്ട് ചെയ്തു. ചുമ എപ്പോഴും മാറിയിട്ടില്ല. മണിക്കുട്ടി ആ മധുരമിലൊക്കെ കയറി നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. കുട്ടൂസാണെങ്കിൽ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഉക്രപ്പൻ പറഞ്ഞു, അല്ലാതെ അവന് പോകാനുള്ള ധൈര്യമില്ല. ഉക്രപ്പനെ പിന്നെ ഞാൻ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണല്ലോ. എന്തോ അവർക്ക് സ്മെല്ല് കിട്ടിയിട്ടുണ്ട്. നായ്ക്കളെ ഞാൻ തോന്നുന്നുണ്ട്. ആ ഇടവഴി കൂടെ, ഞാൻ സൈഡിലുള്ള ഇടവഴി കൂടെ എപ്പോഴും നായ്ക്കൾ പോകും. അപ്പോൾ മണിക്കുട്ടി അങ്ങോട്ട് ചാടാൻ ഒരിക്കൽ അവൾ മതിലുമ്പിലൊക്കെ കയറി, പക്ഷെ അങ്ങോട്ട് ചാടാൻ അവൾക്ക് തരില്ല. അവിടെ കുറച്ച് ആഴം കൂടുതലാണ്. ഒരു പറമ്പിലൊക്കെ കിടന്ന് ഓടി നടക്കുന്നുണ്ട് ഉക്രപ്പന്, അല്ല കുട്ടൂസും അതുപോലെ മണിക്കുട്ടി. ഈ മതിലേക്ക് ചാടി കയറിയിട്ടാണ് അവർ അങ്ങോട്ട് പോവുക. ഇനി പുറത്തേക്ക് പോവുക. ഈ ഒരു കരിങ്കല്ല് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടില്ല, അതങ്ങോട്ട് ചാടി കയറുക അവർ. എന്നിട്ടാണ് പുറത്തേക്ക് പോവുക, ഗേറ്റ് അടച്ചിട്ടാൽ. ഇപ്പം എന്തായാലും പോയില്ലെന്ന്. ഉക്രപ്പില്ലാത്തതുകൊണ്ട് കുട്ടൂസും പോയില്ല. പിന്നെ മണിക്കുട്ടി ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്.
മണിക്കുട്ടി ഒരുവിധം പാത്രങ്ങളൊക്കെ കാലിയാക്കിയിട്ടാ. മണിക്കുട്ടി കഴിച്ചില്ല, ഉക്രപ്പം കഴിച്ചു, പിന്നെ കുട്ടൂസും കുറച്ചൊക്കെ കഴിച്ചു. മണിക്കുട്ടിക്ക് തീരെ വിശപ്പില്ല എന്നുണ്ട്. അവള് എവിടെ നിന്നൊക്കെയോ അവൾക്ക് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കുട്ടൂസ് വന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. ഉക്രപ്പം കെടുന്നിട്ടാ കഴിക്കുന്നത്. അതിന് വയ്യാതെയായി. എനിക്ക് നിന്ന് കഴിക്കാൻ വയ്യ, അവന് കെടുന്നിട്ടാ കഴിക്കുന്നത്. മണിക്കുട്ടി എൻ്റെ പിന്നാലെ തന്നെയുണ്ട് എപ്പോഴും. ഞാൻ എവിടേക്ക് പോയാലും എൻ്റെ പിന്നാലെ വരുന്നുണ്ട് അവൾ. അതിപ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. മറ്റതൊക്കെ ഞാൻ പുറത്തേക്ക് കിടന്ന് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ അവൾ വന്നിടുന്നില്ല. ഇപ്പോൾ ഗേറ്റ് അടച്ചിട്ട് ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് കൂടാണ് നടന്നു പോയാൽ അവൾ ആ സൈഡിലത്തെ മതിലൊക്കെ ചാടിയിട്ട് വരികയാണ്, എൻ്റെ അടുത്തേക്ക് വരും. ആ സൈഡിലുള്ള കരിങ്കല്ലടക്കി വെച്ചുള്ള മതിൽ ചാടി കയറിയിട്ട് അപ്പുറത്ത് കൂടെ വരും അവൾ എൻ്റെ അടുത്തേക്ക്. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. തറവാട്ടിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങോട്ടൊക്കെ വരികയാണ് അവൾ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. 2 ദിവസമായിട്ട് ഞങ്ങൾ നമ്മുടെ ഇവരുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുട്ടൂസിൻ്റെയും അതുപോലെ ഉക്രപ്പൻ്റെയും മണിക്കുട്ടിയുടെ ഒന്നും വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഓണം ബഹളമൊക്കെയാണ്. അപ്പോൾ എന്നൊക്കെ ഇനി വീഡിയോസ് എടുക്കാൻ പറ്റുമെന്നും അറിയില്ല. മണിക്കുട്ടിയുടെ മുഖത്തുനിന്ന് ഒരു ചെള്ളിനെ കിട്ടിയിട്ട് എനിക്ക് ചെള്ള് പിന്നെ പറക്കില്ല, അതുകൊണ്ട് അതിനെ കൊല്ലാൻ പറ്റും. പേനാണ് പറക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.